നമുക്ക് അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടല്ലോ. ഇഷ്ടമുള്ളവർക്ക് തമ്മിൽ ജീവിക്കാം, പരസ്പരം മനസ്സിലാക്കുന്നവർക്ക് തമ്മിൽ ജീവിക്കാം. ഇപ്പോ അതിപ്പോ ഒരാളുടെ വൈഫാണേലും ഹസ്ബൻഡ് ആണേലും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വരെ നമുക്കൊരു ഭരണഘടന ഞങ്ങളൊരു നിയമമുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗണേഷ് കുമാറിന് സപ്പോർട്ടുമായിട്ടൊരു സോഷ്യൽ മീഡിയ താരം അങ്ങ് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ ഈ താരം പറയുന്നത് ഗണേഷ് കുമാർ സാറ് ചെയ്തതിൽ എന്താണ് തെറ്റ്, അദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ ആരുടെ കൂടെ പോകണം, ആരുടെ കൂടെ അവിഹിതം നടത്തണമെന്നൊക്കെ പുള്ളിക്കാരന്റെ ഇഷ്ടമല്ലേ, അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗണേഷ് കുമാറിന് ഫുള്ള് സപ്പോർട്ടുമായിട്ട് ഒരുത്തി വന്നിട്ടുണ്ട്. എന്തായാലും അവളുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രായപൂർത്തിയായ ഏതൊരാണിനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, അങ്ങനെ ഒരു നിയമ ഭരണഘടനയുണ്ട് നമുക്ക്. അപ്പൊ പുള്ളിക്കാരൻ ചെയ്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ വൈഫാണോ തെറ്റുകാരി എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഞാൻ വൈഫ് തെറ്റുകാരിയാന്ന് പറയും. കാരണം അവരിത്ര പബ്ലിക്കായിട്ട് നിന്ന് അത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നോക്കിയാൽ പ്രായപൂർത്തിയായ ഏതൊരു ആണിനും പെണ്ണിനും വല്ലവന്റെ വൈഫായാലും ഹസ്ബൻഡ് ആയാലും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതൊരു തെറ്റല്ല നമ്മുടെ ഈ ഭരണഘടന അനുസരിച്ച് നോക്കും. നമുക്ക് അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടല്ലോ. ഇഷ്ടമുള്ളവർക്ക് തമ്മിൽ ജീവിക്കാം, പരസ്പരം മനസ്സിലാക്കുന്നവർക്ക് തമ്മിൽ ജീവിക്കാം. ഇപ്പോ അതിപ്പോ ഒരാളുടെ വൈഫാണേലും ഹസ്ബൻഡ് ആണേലും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് വരെ നമുക്കൊരു ഭരണഘടന ഞങ്ങളൊരു നിയമമുണ്ട്. എന്തായാലും ഇവള് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം ചെയ്തതിൽ എന്താ തെറ്റ്? നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ നിയമമൊക്കെ അതിന് സപ്പോർട്ടാണെന്നാണ് ഇവള് പറയുന്നത്. അതിപ്പോ ആരുടെയെങ്കിലും ഭർത്താവുമായിട്ടോ ഭാര്യയായിട്ടോ ബന്ധം സ്ഥാപിക്കുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയ അപരാധം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഈ പറയുന്ന ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ആരോപണമായിട്ട് രംഗത്തേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്, അതും രണ്ടാം ഭാര്യ. ആദ്യ ഭാര്യയും ഇതേ രീതിയിലുള്ള ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാര്യ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ രണ്ടാമത്തെ ഈ ഒരു ഭാര്യയും സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് രംഗത്തേക്ക് വന്നത്. പിന്നെ അവർ തമ്മിൽ പറഞ്ഞത് ഒത്തുതീർപ്പാക്കിയെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് ഈ പറയുന്ന ഗണേഷ് കുമാറിനെതിരായിട്ട് നടക്കുന്നുണ്ട്. അതായത് മറ്റു പാർട്ടികളാണെങ്കിൽ പോലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു എതിർപ്പുണ്ട്. കാരണം ഇതാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇയാള് ആദ്യമേ തൊട്ടേ ആദ്യ ഭാര്യയോടും ഇതേ രീതിയിലുള്ള വൃത്തികേടുകൾ കാണിക്കുകയും അവർ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ രണ്ടാമത്തെ ഭാര്യയുടെ അടുത്തും ഇയാൾ സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഈ രണ്ടാമത്തെ ഭാര്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവിനെ കുറിച്ച് വന്ന് പറഞ്ഞിട്ട് അത് ഭർത്താവ് വന്ന് അതിനെക്കുറിച്ച് കാല് പിടിച്ച് സോറ് പറഞ്ഞപ്പോൾ അവരുടെ പരാതിയും കാര്യങ്ങളൊക്കെ അവർ പിൻവലിച്ചു. അപ്പൊ ഇതുപോലത്തെ നാണം കെട്ട അവന്മാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് പറയാൻ വരുന്ന ഇവളെ പോലുള്ളവരും ഇതേ സ്വഭാവക്കാർ തന്നെയായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ വന്നിട്ട് ഇവള് സത്യം പറഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം മീഡിയക്കാരോട് പറയുന്നത്. കാരണം ഇവള് ഏത് രീതിയിലെങ്കിലും ഒന്ന് വൈറലാകാൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരുത്തിയാണ്. ഇവളുടെ റീൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ശ്രീലക്ഷ്മി എന്ന മറ്റാണ് ഇവളുടെ പേര്. ഇവളുടെ റീൽസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, എക്സ്പോസ് ചെയ്തിട്ടുള്ള കുറെ പരിപാടികളാണ് ഇവൾ ചെയ്യുന്നത്. കാരണം ഇവള് എന്ത് കാണിച്ചിട്ടും അങ്ങ് വൈറലാകുന്നില്ല. കാണിക്കാവുന്നതിന്റെ മാക്സിമം കാണിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടും അങ്ങ് കത്തിക്കേറുന്നില്ല. അവസാനം ഇപ്പൊ ഈ ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ട് മീഡിയക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിലെങ്കിലും അവളൊന്ന് വൈറലാകാൻ വേണ്ടിയിട്ട്. കാരണം ഇവളൊന്നും നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്താലൊന്നും ഇവളൊന്നും വൈറലാവത്തില്ല. അപ്പൊ ഇവക്കൊക്കെ പറ്റുന്ന പണി എന്ന് പറയുന്നത് ഇതുപോലെ കാണിച്ച് റീച്ച് ഉണ്ടാക്കുക. കാരണം അതിന് വേണ്ടിയിട്ട് എന്തും കാണിക്കാൻ ഒരു നാണവും ഉളുപ്പും ഇല്ലാത്ത സ്ത്രീയാണ്. ഇവളുടെയൊക്കെ റീൽസിന് താഴെ വരുന്ന കമന്റുകൾ ഉണ്ടല്ലോ, അയ്യോ എന്ത് വൃത്തികെട്ട കമന്റുകളാണ് വരുന്നതെന്നറിയാമോ. പക്ഷെ ഇവൾക്കൊന്നും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഏതെങ്കിലും രീതിയിൽ ഒന്ന് റീച്ച് ആവണം, അല്ലെങ്കിൽ നാലാൾ അറിയണം, അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന അപരാധത്തിന് കയ്യും കണക്കുമില്ല. അവസാനമാണ് ഈ ഗണേഷ് കുമാറിന് സപ്പോർട്ടുമായിട്ട് വന്നത്. അത് അത്യാവശ്യം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. കാരണം അവർക്ക് അത് തന്നെയാണ് വേണ്ടത്. അവർക്കൊന്നും എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആവണം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ഗണേഷ് കുമാറിനെ പോലുള്ള ഒരാളെയൊക്കെ ഇവള് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൾ ആ ഒരു ടൈപ്പ് ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ അയാൾക്ക് സപ്പോർട്ടുമായിട്ട് ഇവൾ ഇങ്ങനെ വന്ന് പറയുന്നത്. എന്തായാലും ഇവളുടെ കുറച്ച് അപരാധം പിടിച്ച റീൽസുകളുണ്ട്, നമുക്ക് കാണാം. maximum
ജസ്റ്റ് ഞാൻ സീഡിയിലേക്ക് പോണം കേട്ടാ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവളുടെ റീൽസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവൾ ഏത് തരക്കാരിയാണെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുടുംബമോ അല്ലെ കുട്ടികളോ ഒന്നുമില്ല, ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു, ഉപേക്ഷിച്ച് പോയൊരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവളിങ്ങനെ എന്തിനും തയ്യാറായിട്ട് നടക്കുന്ന ഒരുത്തിയാണ്. ഇവൾക്കൊക്കെ എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൾഫിലോ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ തരികിട പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുള്ള സ്ത്രീയൊക്കെയാണ്. ഇപ്പം നാട്ടിൽ വന്ന് ഇമാതിരി വൃത്തികേടുകൾ കാണിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവളെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവള് ഈ ഗണേഷ് കുമാറിൻ്റെ ആ ഒരു അവിഹിതത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ തന്നെ ഇവളുടെ നിലവാരവും ഇവൾ എത്രക്കാരിയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇവൾ എന്തിനും റെഡിയായിട്ട് നടക്കുന്നതാണ്. ഇവൾ ഈ റീൽസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് എത്ര മീഡിയക്കാരായിരിക്കും എന്നറിയാമോ ചുറ്റും നിൽക്കുന്ന ആണുങ്ങൾ. അപ്പോൾ അത് ഒന്നും നാണമില്ലാതെ അവൾ ആ ഒരു രീതിയിലൊക്കെ അവരുടെയൊക്കെ മുന്നിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവക്കൊക്കെ നല്ല തൊലിക്കെട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ഇവളൊക്കെ കാണിക്കും. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കുക കേട്ടോ, എന്നിട്ട് ബാക്കി പറയാം. അപ്പൊ പുള്ളിക്കാരൻ ചെയ്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ വൈഫാണോ തെറ്റുകാരി എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഞാൻ വൈഫ് തെറ്റുകാരിയാന്ന് പറയും. കാരണം അവരിത്ര പബ്ലിക്കായിട്ട് നിന്ന് അത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നോക്കിയാൽ പ്രായപൂർത്തിയായ ഏതൊരു ആണിനും പെണ്ണിനും വല്ലവന്റെ വൈഫായാലും ഹസ്ബൻഡ് ആയാലും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതൊരു തെറ്റല്ല നമ്മുടെ ഈ ഭരണഘടന അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പൊ അവരാണ് തെറ്റ് ചെയ്തത്. അവര് ഹസ്ബൻഡ് വൈഫോടെ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞ് നല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇനി തൊട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും പേടിക്കാനില്ല. കാരണം നമ്മുടെ നിയമം അങ്ങനെ പറയുന്നുണ്ട് അത്രേ. ഹസ്ബൻഡിനെ നോക്കണ്ട, വൈഫിനെ നോക്കണ്ട, ഒന്നും നോക്കണ്ടെന്നാ കക്ഷി പറയുന്നത്. ഇപ്പൊ വീട്ടില് നമ്മുടെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആടെ കൂട്ടിക്കൊണ്ട് വന്നാലും പ്രശ്നമാക്കണ്ട. അത് പുറത്ത് പറഞ്ഞാൽ അത് തെറ്റ്. പുറത്ത് പറഞ്ഞാൽ ഭയങ്കര തെറ്റാ. അത് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ള വീട്ടിൽ വിളിച്ചു വരുത്താം, ഒന്നും പ്രശ്നമില്ല. എന്ത് സിമ്പിളായിട്ടാ കണ്ടോ. ഇത്രയും നല്ല അറിവുള്ള മനുഷ്യന്മാരൊക്കെ ലോകത്തുണ്ടല്ലോ. ഓ, എന്നാലേ കേരളത്തിന്റെ ഒരു അവസ്ഥ.